ഹായ് മകളെ, വെൽക്കം ടു എജ്യൂപോഡ്. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 4ാമത് പാഠമില്ലടാ. ഈ പാഠത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില 4 മാർക്ക് അതുപോലെ തന്നെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് എന്തായാലും ഒരു 4 മാർക്ക് ചോദ്യം വരും, എന്തായാലും ഒരു 3 മാർക്ക് ചോദ്യം വരും. അപ്പോൾ ഒരു 7 മാർക്ക് ഷുവർ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ കിട്ടും. ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വെക്കുക, നമ്മുടെ സുഹൃത്തുക്കൊക്കെ ഒന്ന് ലിങ്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബയോളജി എക്സാമിന് പ്രിപ്പറേഷൻ ഏതുവരെ ആയിട്ടുണ്ടടാ, എന്നും ആയില്ല മാഷെ, തുടങ്ങിയിട്ടേ ഇല്ല, ഇങ്ങനത്തെ മക്കളുടെ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അതല്ല ഏകദേശം ഒരു പിടിവെള്ളിലേക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. റെഡിയാണ് മാഷെ, സെറ്റാണെന്നുള്ളവരും അതുപോലെ റെഡി ആക്കാൻ കോൺഫിഡൻ്റ് ഉള്ളവരും മകളെ പെട്ടെന്ന് എന്ത് ചെയ്യടാ, ഒരു പച്ച ഗ്രീൻ ഹാർട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ മുന്നോട്ട് പോകുകയാണ്. പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ, 3 മാർക്ക് അതുപോലെ 4 മാർക്ക് ചോദ്യങ്ങളാണ്. അപ്പോൾ ലേശം കണ്ണൊക്കെ തുറന്ന് കാതൊക്കെ കൂർപ്പിച്ച് വിജൃംഭിച്ചിങ്ങനെ ഇരിക്കണം. റെഡി ഇല്ലേടാ? ആദ്യത്തെ ചോദ്യം നോക്കിക്കുക, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ റെഗുലേഷന്, ഗ്ലൂക്കോസിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടൊരു ചിത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ രക്തത്തിലെ സാധാരണ അളവ് എന്ന് പറഞ്ഞാൽ, അഥവാ FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ 70 മുതൽ 100 വരെ ആകുന്നു. ഈ ഒരു കോൺസെപ്റ്റ് എൻ്റെ മക്കളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. റെഡി അല്ലേടാ? ഈ 100-നേക്കാൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാങ്ക്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന ബീറ്റാ കോശങ്ങൾ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ ബീറ്റാ കോശങ്ങൾ ഇൻസുലിനെ ഉൽപ്പാദിപ്പിച്ച് അതിനെ കുറക്കുകയും 70-നേക്കാൾ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോഗോണെ ഉൽപ്പാദിപ്പിച്ച് അതിനെ കൂട്ടി നോർമലാക്കി തരികയാണ് ചെയ്യാറുള്ളത്. റെഡിയാണല്ലോടാ? എന്നാൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെയിം ദ ഹോർമോൺ എക്സ്, അഥവാ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 100-നേക്കാൾ ഇൻക്രീസ് ചെയ്തപ്പോൾ കൂടിയപ്പോൾ പാങ്ക്രിയാസ് ഗ്രന്ഥിയിലെ കോശങ്ങൾ എക്സ് എന്ന് പറയുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിച്ചു. മക്കളെ, എക്സ് ആരായിരിക്കും? അറിയുന്നവരെന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. എക്സ് വളരെ സിമ്പിൾ അല്ലേടാ, കുറക്കാൻ വേണ്ടിയിട്ടില്ലേ, കൂടുന്ന സമയത്ത് കുറക്കാൻ ഉപയോഗിക്കുന്ന ആരെയാണ്? ഇൻസുലിനെയാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സ് ആരാണ്? ഇസ് ഈക്വൽ ടു എക്സ്, അതാരാണ്? ഇൻസുലിൻ ആകുന്നു. എന്നാൽ ഹൗ ഡു ദ ആക്ടിവിറ്റീസ് ഒക്യുർ ഇൻ പാർട്ട് വൈ ആൻഡ് ഇസഡ് ഹെൽപ്പ് ഇൻ ദ റെഡ്യൂസിങ് ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്? വൈയിലും സെഡിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കാൻ സഹായിക്കുന്നത്? വൈ എന്താടാ, സെഡ് എന്താ നോക്കിയാലോ. ഇതാണ് വൈ അല്ലേ? വൈ എന്ന് പറഞ്ഞാൽ കോശങ്ങളാണ്, ഇസഡ് എന്ന് പറഞ്ഞാൽ കരളാകുന്നു. വരൂ മകളെ നോക്കാം. കോശങ്ങളിൽ എന്താ നടക്കുന്നത്? നമ്മുടെ രക്തത്തിലല്ലേ ഗ്ലൂക്കോസ് അളവ് കൂടുതലുള്ളത്? രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ളതല്ലേ പ്രശ്നം? അതേ മാഷെ, ഒന്നും ചിന്തിക്കാനില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നമ്മളെ ബെഡിൽ ഇങ്ങനെ പരത്തി പാടി ഇട്ടിട്ടുള്ള നമ്മളെ ഡ്രസ്സൊക്കെ ഇല്ലടാ, പെട്ടെന്നൊന്നും മടക്കി വെക്കാൻ സമയം ഉണ്ടാവില്ല. നമ്മളൊരു പണി ചെയ്യും, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ, ഒക്കെ പാടെ വാരി പൊത്തി കണ്ട് ആൾമറയൊക്കെ ഇട്ട് പൂട്ടിന് വെക്കും അല്ലേ. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ വാവ് വാട്ട് എ നീറ്റ് റൂം അല്ലേ, ഒന്നുമില്ല, ആൾമറ തുറന്നാൽ കാണാം. ഇതേപോലെ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടായാലല്ലേ പ്രശ്നമുള്ളൂ. അതേ മാഷ്, നേരെ എന്ത് ചെയ്യടാ, രക്തത്തിലെ ഗ്ലൂക്കോസ് എല്ലാം എടുത്തിട്ട് കോശങ്ങളിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ഗ്ലൂക്കോസിന് എന്ത് ചെയ്യുന്നു? സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്, അതാണ് ഇവിടെ നടക്കുന്നത്, വൈയിൽ കോശങ്ങളിൽ നടക്കുന്നത്. രണ്ടാമത്തത് ഇസഡ് എന്ന് പറഞ്ഞാൽ കരളാണ് അല്ലേ. കരൾ എന്താ നടക്കുന്നതാ? ഗ്ലൂക്കോസ് അല്ലേ പ്രശ്നം? അതെ, എന്നോ പ്രശ്നമില്ല. ഗ്ലൂക്കോസ് നമ്മൾ എന്താക്കി മാറ്റി? ഗ്ലൈക്കോജനാക്കി മാറ്റി. പ്രശ്നം സോൾവ് ആയി. ഗ്ലൂക്കോസ് ആണല്ലോ പ്രശ്നം, ഇപ്പോൾ ഇവിടെ ആരായി? അത് ഗ്ലൈക്കോജൻ. ലിവറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കരളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആവശ്യമുള്ള സമയത്ത് കരളിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. കിട്ടി. വൈയും സെഡ് നടക്കുന്ന പ്രവർത്തനങ്ങളും കിട്ടി. What is the condition in which fasting blood glucose level rises above 126 milligram per DL? What are the main symptoms? നമ്മുടെ ശരീരത്തിൽ 126 milligram per DL-നേക്കാൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ, രക്തത്തിൽ കൂടിയാൽ അതിൻ്റെ പേരെന്താണ്? അവിടെ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ മക്കൾക്ക് അറിയാമല്ലേ, 126 milligram per DL-നേക്കാൾ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് പ്രമേഹം, ഷുഗർ, ഡയബറ്റീസ് എന്ന് വിളിക്കുന്ന ആളല്ലേടാ അത് അല്ലേ. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാടാ? വളരെ സിമ്പിളാണ്. വിശപ്പുണ്ടാകും, ദാഹം കൂടുതലായിരിക്കും, അപ്പോൾ ഇടക്കിടക്കിന് വെള്ളം കുടിക്കും, അപ്പോൾ ഇതൊക്കെ മൂത്രയിക്കണം അല്ലേ. മൂന്നാമത്തെ എന്താണ്? ഇടക്കിടെയുള്ള മൂത്രയിക്കൽ, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ക്ഷീണം കുറവായിരിക്കും, വെയിറ്റ് ലോസ് ചെയ്യും, ഭാരം കുറയും. ഒരുപാട് 5 സിംറ്റംസോ 4 സിംറ്റംസ് ഒക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒക്കെ പഠിച്ചെന്നല്ല പരീക്ഷയ്ക്ക് 2.5 കൂടി കൂർന്ന് വരുള്ളൂ കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റ് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ ഇല്ല, കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകും. വീണ്ടും ഗ്ലൂക്കോസിൻ്റെ ലെവലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഗ്ലൂക്കോസിൻ്റെ രക്തത്തിൽ ഗ്ലൂക്കോസ് അളവ് കൂടുമ്പോൾ പി എന്ന ഹോർമോണിനെയും കുറയുമ്പോൾ ക്യു എന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ചോദ്യം എന്താ?
വിച്ച് സെൽ പ്രൊഡ്യൂസ് ദ ഹോർമോൺ പി? പി ഏതാണ്, ക്യൂ ഏതാണ് എന്നല്ല ചോദിച്ചത്. കൂടുതൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പി. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സമയത്ത് ആരും ഉൽപ്പാദിപ്പിക്കടാ? ഇൻസുലിനെ അല്ലേ. ആ ഉണ്ടാക്കുന്ന കോശങ്ങൾ ആരാകുന്നു? ബീറ്റാ കോശങ്ങളാകുന്നു. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ പിയെ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ ആരാടാ? അത് ബീറ്റാ സെല്ലുകളാകുന്നു. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഗ്ലാൻഡ് വേർ ദീസ് സെൽസ് ആർ ഫൗണ്ട്. ഇവിടെ ഈ സെല്ലുകൾ കാണപ്പെടുന്ന കോശങ്ങൾ, ഗ്രന്ഥിയുടെ പേര് എഴുതുക. ഇത് എവിടെയാണ് നടക്കുന്നത്? ഇത് വളരെ സിമ്പിൾ അല്ലേടാ. പാങ്ക്രിയാസ് കോശങ്ങളിലല്ലേ ഗ്ലൂക്കോസിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നടക്കുന്നത്? പാങ്ക്രിയാസ് ഗ്രന്ഥിയാണ് സ്വാഭാവികമായിട്ട്. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹോർമോൺ ക്യൂ ഇൻ റെഗുലേറ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അഥവാ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ആൽഫ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കോഗോൺ. അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അല്ലേ മക്കളെ? നോക്കടാ, ഈ ഹോർമോൺ എന്താ ചെയ്യുക? ഇപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസ് ഇല്ല, എന്ത് വില കൊടുത്തും ഗ്ലൂക്കോസിന് അളവ് നമുക്ക് കൂട്ടണ്ടേ? അത് നമ്മൾ അറ്റം വരെ പോകാനും തയ്യാറാണ്. ഇതിൻ്റെ ഏത് നാറിയ കളി കളിക്കാനും നമ്മൾ തയ്യാറാണ്. കാരണം എന്താ? ഗ്ലൂക്കോസിൻ്റെ അളവ് എങ്ങനെയാണ് രക്തത്തിൽ കൂട്ടണം. അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നു. എന്താണ് മുന്നോട്ട്? നമ്മൾ ഓൾറെഡി കരളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്ലൈക്കോജൻ ആക്കി വെച്ചിട്ടില്ലടാ. അത് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റുന്നു. എന്നിട്ടും തികഞ്ഞിട്ടില്ലെങ്കിൽ അമിനോ ആസിഡിനെയും എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് അളവ് എന്ത് ചെയ്യുന്നടാ? കൂടി കൂടി വരുന്നു, നോർമലാകുന്നു. ഇങ്ങനെയാണ് ഗ്ലൂക്കോഗൺ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത്. റൈറ്റ് എനി ടു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് ദാറ്റ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു കൺട്രോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ദാറ്റ് ആർ കോമൺ ഇൻ ചിൽഡ്രൻ. കുട്ടികളിലൊക്കെ കാണപ്പെടുന്ന ടൈപ്പ് 2 അല്ലേ, 2 ടൈപ്പുകളുണ്ട് ഡയബറ്റീസ്, പ്രമേഹം. ഒന്ന് നമ്മുടെ വയസ്സായ ആളുകൾ കാണുന്ന ടൈപ്പ് 1ഉം കുട്ടികളിൽ കാണുന്ന ടൈപ്പ് 2 ആണ്. ഈ ടൈപ്പ് 2 നിയന്ത്രിക്കുന്ന 2 ഹാബിറ്റുകൾ, ശീലങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യുക. എടാ വളരെ സിമ്പിൾ. എന്ത് എഴുതി കൊടുക്കുക? നമ്മുടെ ഫുഡിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ നല്ല പോലെ എന്ത് ചെയ്യുക? എക്സസൈസ് ചെയ്യുക, ഉഷാറായിട്ട് ഉറങ്ങാൻ, നീച്ച, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വ്യായാമം ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഫുഡ് കൺട്രോൾ ഉണ്ടായിരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റ്. റെഡി അല്ലേ കടാ? ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അനലൈസ് ദ റിസൾട്ട് ഓഫ് എ പേഴ്സൺസ് ബ്ലഡ് കാൽഷ്യം ലെവൽ ടെസ്റ്റ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് തോന്നും ഇതെന്താ മാഷ്, ഒക്കെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ചിലപ്പോൾ ഈ 4 മാർക്കിന് ചോദ്യം 3 മാർക്കിന് സെക്ഷനിലോട്ട് ചിലപ്പോൾ വന്നേക്കാം, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട്. നമ്മളൊന്ന് നോക്കാൻ പോണ 7 മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള പഠിത്തമാണ്. അപ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. വരൂ. കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് 7 mg/dl. ഒരാളുടെ 100 ml ബ്ലഡ് പരിശോധിച്ചപ്പോൾ ആകെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 7 mg കാൽഷ്യം ഉള്ളൂ. ഇത് കുറവാണോ കൂടുതലാണോടാ? ഇത് കുറവാണല്ലേ. നമുക്കറിയാം കാൽഷ്യത്തിൻ്റെ സാധാരണ അളവ് എത്ര? 9 കുറവും മാക്സിമം 11. അപ്പോൾ 9ൻ്റെയും 11 ഇടയിൽ ഉണ്ടായിരിക്കണം. അതാണ് നോർമൽ അളവ്. ഇവിടെ എത്രയേ ഉള്ളൂ? 7 ഉള്ളൂ. ചോദിച്ച ചോദ്യം എന്താടാ? ഈ അവസ്ഥയിൽ കാൽഷ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിലേക്കായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതായിരിക്കും? കുറയുന്ന സമയത്തടാ, കുറയുന്ന സമയത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. സിമ്പിൾ അല്ലേ? പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതോർമോൺ ഉൽപ്പാദിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മുടെ കാൽഷ്യത്തിന് അളവ് കൂട്ടുന്നു. എങ്ങനെ കൂട്ടടാ? ഈ ആളുകൾ എന്ത് ചെയ്യുന്നു? 3 ആളുകളുടെ അടുത്തോട്ട് ഓടും. ആര്? ഈ പറയപ്പെട്ട പാരാതോർമോൺ. ആരടുത്തോട്ട് ഓടുക? ആദ്യം കിഡ്നി, വൃക്കനടുത്ത് ഓടിയിട്ട് പറയും റീഅബ്സോർപ്ഷൻ, പുനരാഗിരണം കൂട്ടൂ, പെട്ടെന്ന് കാൽഷ്യവും ഫോസ്ഫേറ്റും എടുത്ത് തരൂ എന്ന് പറയും കിഡ്നിയോട്. അപ്പോൾ കുറച്ച് കൂടുതലേ, കുറവല്ല ഉണ്ടായിരുന്നത്, കുറച്ച് കിഡ്നി നമ്മൾ എടുത്തുകൊണ്ട് വരും. അപ്പോൾ കുറച്ച് കൂടി. രണ്ടാമത് കുടലേക്ക് പോയിട്ട് ആഗിരണം കൂട്ടടാ, ദഹനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കാൽഷ്യം പെട്ടെന്ന് അബ്സോർബ് ചെയ്യടാ എന്ന് പറയും. അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം കൂട്ടും. കാരണമായിട്ട് ഇൻഡസ്റ്റൈന് ഭാഗമായിട്ട് കുറച്ച് കാൽഷ്യം കിട്ടും. അതുപോലെ തന്നെ ബോണിലോട്ട് പോകും, അസ്ഥികളിലോട്ട്. നമ്മുടെ അസ്ഥി ഉണ്ടാക്കിയ ഫുള്ള് കാൽഷ്യം ഫോസ്ഫേറ്റ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ എന്നിട്ട് പറയും കുറേ കാൽഷ്യം ഫോസ്ഫേറ്റ് അസ്ഥിയിൽ വെറുതെ കിടക്കല്ലേ, കുറച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് ബ്ലഡ് കൊടുക്കുക. ഞങ്ങൾ ആകെ കുടുങ്ങി നിൽക്കുകയാണ്, ബ്ലഡിൽ തീരെ കാൽഷ്യം ഇല്ലാന്ന് പറഞ്ഞ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? കാൽഷ്യം കുറച്ച് കൊടുക്കുക നമ്മുടെ ബ്ലഡിലോട്ട് കൊടുക്കും. മിക്സിങ് കൂടിക്കലരിൽ ചെയ്യുന്നു. ഈ രീതിയിലാണ് പാരാതോർമോൺ കാൽഷ്യത്തിന് അളവ് കൂട്ടുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. റെഡി അല്ലേടാ? ഓക്കെ. അടുത്ത ചോദ്യം എന്താ? വാട്ട് ആർ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഹോർമോൺ? ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ഉത്തരം ചെയ്തു കേട്ടോ. ഓക്കെ. അടുത്തത് നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥി എന്നുള്ള ചോദ്യമാണ്. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഭാഗം കേട്ടോ.
വാട്ട് ആർ ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ആർ കാൾഡ്? നമുക്കറിയാം അഡ്രിനൽ ഗ്രന്ഥിക്ക് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ഇന്നർ മെഡുല്ലയാണ്, ഔട്ടർ കോർട്ടക്സ് ആണ്. ഓർക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലേ, നമ്മൾ കോട്ട് ഏറ്റവും പുറത്തല്ല ഇടുക, പാൻറ്റും കുപ്പായൊക്കെ ഇട്ട് ഫുൾ ഇൻഷർട്ട് ആക്കി ഫുള്ള് സെറ്റ് ആക്കിയതിന് ശേഷം ഏറ്റവും പുറമെയാണ് കോട്ട് ഇടാറുള്ളത്. ചില സ്കൂളിലൊക്കെ പെൺകുട്ടികൾക്ക് കോട്ട് ഉണ്ടാവാറുണ്ടല്ലേ, ഏറ്റവും മേലെ ചുരിദാറിൻ്റെ ഏറ്റവും മേലെ നമ്മൾ കോട്ട് ഇടാറുള്ളത്. അങ്ങനെ ഓർത്ത് വെക്കുക. പുറം ഭാഗത്ത് കോർട്ടക്സ്, കോട്ട് ഓർത്ത് വെച്ചോട്ടോ. പുറം ഭാഗത്ത് വരുന്നതാണെന്ത്, ഇത് കോർട്ടക്സ് ആകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി എന്താടാ, ഇന്നർ ഭാഗമല്ലേ. ഇന്നർ ഭാഗത്ത് വരുന്നത് എന്തായിരിക്കും, അത് മെഡുല്ലയായിരിക്കും. സിമ്പിൾ. ഓക്കെ അല്ലേടാ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ആർ കാൾഡ്. കോർട്ടക്സ് 3 തരത്തിലുള്ള ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. മിനറലോ കോർട്ടിക്കോയിഡ്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ആൻഡ് ഗൊണാഡോ കോർട്ടിക്കോയിഡ്. ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഓരോ തരത്തിൽ വിളിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കെതികട കജൂല മാഷ്. അപ്പോൾ ഒറ്റ പേര് വിളിക്കും, ആ പേരാണ് എന്ത്, കോർട്ടിക്കോസ്റ്റീറോയിഡ്. എന്താ വിളിക്കടാ, കോർട്ടിക്കോസ്റ്റീറോയിഡ്. അതാണ് ഇവിടുത്തെ ഉത്തരം. മെൻഷൻ എനി 2 ഹോർമോൺസ് ഓഫ് ദിസ് ടൈപ്പ് ആൻഡ് റൈറ്റ് 2 ഫംഗ്ഷൻ ഫോർ ഈച്ച്. ഈ കോർട്ടിക്കോസ്റ്റീറോയിഡിൽ കാണുന്ന ഏതെങ്കിലും 2 ഹോർമോണും 2 ഫംഗ്ഷൻ എഴുതി കൊടുക്കുക. വളരെ സിമ്പിളാണ്. കോർട്ടിസോള്, പിന്നെ ആൾഡോസ്റ്റിറോൺ, ആൻഡ്രോജന്. കോർട്ടിസോളിൻ്റെ 3 ഫംഗ്ഷൻ ഗ്ലൂക്കോസിൻ്റെ ഹോമിയോസ്റ്റാസിനെ സഹായിക്കുന്നു, സപ്രസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നടാ, അത് മന്ദീഭവിപ്പിക്കുന്നു, അതുപോലെ അലർജി ഇൻഫ്ലമേഷനൊക്കെ കുറക്കുന്നു. ഏതെങ്കിലും 3-4 പോയിന്റ് ജസ്റ്റ് എഴുതി കൊടുക്കുക. 2 പോയിന്റ് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. സെറ്റ്. അടുത്ത ചോദ്യം നോക്കിയല്ലേടാ. ഓ എൻ്റെ മക്കളെ റെഡി. ഒരു ഗ്രാഫ് തന്നിട്ടുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. ഗ്രാഫ് നിന്ന് എങ്ങനെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് ബയോളജിയിലുണ്ട്, മാത്സിലും മാത്രമല്ല. നമ്മുടെ കാൽഷ്യത്തിൻ്റെ അളവോ അതല്ലെങ്കിൽ സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവെന്ന ഭാഗത്താണ് കൂടുതൽ ഗ്രാഫിക്കൽ ചോദ്യങ്ങൾ വരാറുള്ളത്. മകളെ, ഒരു വ്യക്തി അല്ല 3 വ്യക്തി എ, വ്യക്തി ബി, വ്യക്തി സി, ഈ 3 വ്യക്തികളുടെയും ഈ 3 പേഴ്സൺസിൻ്റെയും FBSൻ്റെ രക്തത്തിലെ ഗ്ലൂക്കോസിന് അളവ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് അല്ലേ. എ എന്ന് പറയുന്ന വ്യക്തിക്ക് 100 കൊടുത്തിട്ടുള്ളത്, ബി എന്ന് പറയുന്ന വ്യക്തിക്ക് 180 രക്തത്തിലെ അളവ്, ഗ്ലൂക്കോസിൻ്റെ അളവ്. സി എന്ന് പറയുന്ന വ്യക്തിക്ക് ഏകദേശം 70 രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ. ചോദിച്ച ചോദ്യം എന്താ മക്കളെ, നോക്കിക്കേ. വിച്ച് പേഴ്സൺ ഹാസ് ഡയബറ്റീസ്, ഹൗ ഇറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈ ത്രൂ ഗ്രാഫ്. ഏതാൾക്കാണ് പ്രമേഹം ഉള്ളത്, നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? എൻ്റെ മക്കളൊക്കെ അറിയാം അല്ലേ, 126 mg/dl കൂടിയാൽ അത് പ്രമേഹമാണ്. ഇവിടെ 126 കൂടിയ ഒരാൾ മാത്രമേ ഉള്ളൂ, അതാരാണ്? ഓപ്ഷൻ ബി അല്ലേ, വ്യക്തി ബി ആണ്. 180. എങ്ങനെ കണ്ടെത്തിയത്? ഉത്തരം പറഞ്ഞു കൊടുക്കാം. 126 കൂടിയാൽ അത് പ്രമേഹമാണ്. നമ്മളെന്താ മാഷെ മണ്ടന്മാരാണോ? കുറച്ച് ബുദ്ധി വിവരമൊക്കെ നമുക്കില്ലേ. ഹഷൽ സാറും അജാസ് സാറും അനീന മിസ്സും സാദിഖ് സാറൊക്കെ അല്ലേ നമ്മളെ മാത്സ് പഠിപ്പിക്കുന്നത്. ആ ഒരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ട് മാഷെ. ഓക്കെ. അപ്പോൾ 126 കൂടിയ ഒരാൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ അയാൾക്ക് മാത്രമേ എന്തുള്ളൂ, പ്രമേഹമുള്ളൂ, ഡയബറ്റീസ് ഉള്ളൂ. സിമ്പിൾ. ഓക്കെ. ഫർദർ ടെസ്റ്റിംഗ് റിവീൽഡ് ദാറ്റ് ദിസ് പേഷ്യൻ്റ് ഹാസ് type 1 ഡയബറ്റീസ്. വാട്ട് ഈസ് മീൻ ബൈ? മകളെ, പിന്നീട് പഠനങ്ങൾ നടത്തിയപ്പോൾ കാര്യം മനസ്സിലായി, ഈ വ്യക്തി ബിക്കുള്ളത്, പേഴ്സൺ ബിക്കുള്ളത് type 1 ഡയബറ്റീസാണ്. അതെന്താന്ന്? 2 തരം ഡയബറ്റീസ് ഉണ്ട് അല്ലേ, type 1ഉം type 2ഉം. type 1 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വയസ്സായ ആളുകളിൽ കാണുന്ന ഡയബറ്റീസ് ആണ്. ബിക്കോസ് ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റ സെല്ല്. ബീറ്റ കോശങ്ങൾ അടിച്ചോണ്ട് പോയി, നശിച്ച് കുറേ കാലമല്ലേ, വയസ്സാം കാലമല്ലേ, കുറേ കാലം ബീറ്റ സെല്ല് ഇൻസുലിൻ ഉണ്ടാക്കി കുടുങ്ങി ലാസ്റ്റ് അടിച്ചോണ്ട് പോയി. ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റ സെല്ല്. അപ്പോൾ സ്വാഭാവികം പിന്നീട് ഇൻസുലിൻ ഉണ്ടാക്കാൻ ആളില്ല. ഇൻസുലിൻ ഇല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയൂല. കുറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്? പ്രമേഹം. ഇതെന്ത് പ്രമേഹമാണ്? type 1 പ്രമേഹമാകുന്നു. ഓക്കെ. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇൻക്രീസ് ഇൻ type 2 ഡയബറ്റീസ് ഇൻ ചിൽഡ്രൻ? കുട്ടികളിൽ type 2 ഡയബറ്റീസ് കൂടാനുള്ള കാരണം എന്താ? ഒരു കാരണമില്ല, പറഞ്ഞുതരാം. നമ്മൾ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ, കുട്ടികളൊക്കെ ഇല്ലേ, നമുക്കൊന്നും ഒരു ഉൾപ്പുസ്മാനും സുലൈമാനും ഒന്നുമില്ല. തിന്ന ഇങ്ങോട്ട് കടിച്ചാൽ എന്തും അങ്ങോട്ടും കടിച്ചു അല്ലേ. ഫുഡ് കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ തൊഴിലുറപ്പിന് വരുന്ന ചേച്ചിമാരുണ്ടാവും. എല്ലാവരും കുറച്ച് ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കുറേ ആൾക്കാരുണ്ടാവും, എന്നാലോ വൈകുന്നേരം വരെ പണിയെടുത്താലും കുറച്ചേ പണി നടക്കുള്ളൂ. ഒരു നാട്ടുകാരൊക്കെ കുറ്റം പറഞ്ഞ് കുടുംബശ്രീ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ കല്യാണമൊക്കെ മുടക്കില്ല, ഒരു ഹാപ്പിനെസ് വൈബ്. ഇതേപോലെ ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തിലുണ്ടാവും. കുറേ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ പണി നടക്കൂല. ഇൻസുലിൻ പണി എടുക്കൂല, അങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കും, എല്ലാവരും ഇങ്ങനെ നോക്കിയാണ്ട്. ഇതേ അവസ്ഥ
ടൈപ്പ് 2ക്കുള്ള മറ്റൊരു കാരണമാണ് ഇൻസുലിൻ്റെ കാര്യക്ഷമത കുറയുന്നു, എഫക്റ്റീവ്നെസ് കുറയുന്നു. മൂന്നാമത്തെ പോയിന്റാണ് മക്കളെ വേരിയേഷൻ ഇൻ ദി ഇൻസുലിൻ പ്രൊട്ടക്ഷൻ. ചില സമയത്ത് കുറേ ഇൻസുലിൻ ഉണ്ടാവും, അപ്പോൾ ഗ്ലൂക്കോസിനൊക്കെ കുറക്കും. ചില സമയത്ത് ഇൻസുലിൻ ഉണ്ടാവുന്നില്ല, അപ്പോൾ ഗ്ലൂക്കോസൊക്കെ കൂടിയത് ടൈപ്പ് 2 പ്രമേഹമായിട്ട് ഡയബറ്റീസ് ആയിട്ട് മാറും. ഓക്കെ, ടൈപ്പ് 1ഉം ടൈപ്പ് 2 നമ്മൾ പറഞ്ഞു കേട്ടോ. Right, any two consequences that can occur if diabetes is not controlled. ഡയബറ്റീസുകളെ അല്ലെങ്കിൽ നമ്മുടെ പ്രമേഹത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള 2 പ്രശ്നങ്ങൾ, കോൺസിക്വൻസുകൾ എഴുതുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, നെഫ്രോപ്പതി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. കിഡ്നി രോഗങ്ങളുണ്ടാകാം, നമ്മുടെ കണ്ണ് സംബന്ധമായ രോഗങ്ങളുണ്ടാകാം, നമ്മൾ ന്യൂറൽ ഡിസീസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും 2 ഒന്ന് എഴുതി കൊടുക്കുക, ചാമ്പി കൂടെ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പിക്ചർ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഡിസോർഡർ റിലേറ്റഡ് ടു സെക്രീഷൻ ഓഫ് എ ട്രോപ്പിക് ഹോർമോൺ. ഈ കൊടുത്തിട്ടുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ, ഈ കൊടുത്തിട്ടുള്ള ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു ട്രോപ്പിക് ഹോർമോണിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസോർഡർ ആണ്, പ്രശ്നമാണ്. ക്വസ്റ്റ്യൻ തന്നു, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈ പറയപ്പെട്ട ഹോർമോൺ ഏതാണ്? ഈ ഹോർമോണിനെ ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാണ്? 2 ഹോർമോണുകൾ ചോദിച്ചു. ഈ പറയപ്പെട്ട ഹോർമോൺ ഏത് അല്ലേ, ഈ ഹോർമോൺ ഏത്, ഇതിൻ്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരു ഹോർമോൺ ഏത്? ഇത് മക്കളെ, ഇത് ഏതാ ഹോർമോൺ? ഈ ട്രോപ്പിക് ഹോർമോൺ ഏതാടാ? വളരെ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കണ്ണിലെ ഉണ്ണിയും ഉണ്ടപ്പൊരിയുമായിട്ടുള്ള സൊമാറ്റോട്രോപ്പിൻ ആകുന്നു. ഈ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആദ്യം ആരുണ്ടാകണടാ? ഹൈപ്പോതലാമസിൽ നിന്നും റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലോട്ട് ആൻറ്റീരിയർ ലോബിലോട്ട് വേണം. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ അതാരാണ്? അത് റിലീസിങ് ഹോർമോണാണ് കേട്ടോ. റിലീസിങ് ഹോർമോൺ വന്ന് പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യുമ്പോഴാണ് സൊമാറ്റോട്രോപ്പിൻ എന്നുള്ള ഹോർമോൺ അവിടെ നിന്ന് ഉണ്ടാകുന്നത്. നോക്കാം മക്കൾ, അടുത്തത് മെൻഷൻ ഡിസോർഡർ കോസ്ഡ് ബൈ ഇറ്റ്സ് ഇംബാലൻസ് ആൻഡ് ദർ സിംറ്റംസ്. ഈ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുന്ന വൈകല്യങ്ങൾ ഏതെല്ലാം, അവയുടെ ലക്ഷണങ്ങൾ എഴുതുക. മക്കളെ, ഈ ഹോർമോൺ സൊമാറ്റോട്രോപ്പിന് 3 രീതിയിലാണ് വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്ന്, വളർച്ചയുടെ കാലഘട്ടത്തിൽ ഈ സൊമാറ്റോട്രോപ്പിൻ അങ്ങോട്ട് കൂടി. സൊമാറ്റോട്രോപ്പിൻ വളരാൻ സഹായിക്കുന്ന ആളല്ലേ. ഈ വളർച്ചാ കാലഘട്ടത്തിൽ കൂടിയാൽ വളർച്ച നല്ലോണം കൂടും. അതാണ് ജൈജാൻറ്റിസം, ഭീമാകാരത്വം, എക്സസീവ് ഗ്രോത്ത് ഓഫ് ദ ബോഡി, ബോഡിയുടെ നിയന്ത്രണമില്ലാത്ത വളർച്ച. മറ്റൊന്ന്, വളർച്ചയുടെ കാലഘട്ടത്തിൽ വളർച്ചയെ സഹായിക്കുന്ന സൊമാറ്റോട്രോപ്പിൻ കുറഞ്ഞു. കുറഞ്ഞു പോയാൽ എന്താ? ഒന്നും സംഭവിക്കൂല, വളർച്ച ഉണ്ടാകൂല, വളരൂല. അപ്പം എന്തേക്കാരം? വളർച്ച മുരടിക്കും അല്ലേ. വലുപ്പം കുറഞ്ഞ നമ്മുടെ ഗിന്നസ് പക്രൂനെ പോലത്തെ കുള്ളൻ ആളുകളായിട്ട് മാറും. അതാണ് വാമനത്വം, ഡ്വാർഫിസം. മറ്റൊന്നാണ്, വളർച്ചാ കാലഘട്ടം ഒക്കെ കഴിഞ്ഞു, വയസ്സാങ്കാലായി, കുജ്ജക്കും കാലിനിട്ട് അങ്ങനെ ഇരിക്കേനു. പക്ഷെ ആ സമയത്ത് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ സൊമാറ്റോട്രോപ്പിൻ അളവണ് കൂടി. സാധാരണ സമയത്ത് കൂടാനുള്ള ഒരു സാധ്യതയില്ല. നമ്മളിങ്ങനെ കട്ടക്കാലം പിടിച്ച് കൊട്ടക്കായലിനുള്ളിൽ കുടുങ്ങിങ്ങനെ നിൽക്കേന്, ആകെ കുടുങ്ങി, ഒരു ഗതിയും പരഗതിയില്ല കുത്തിറക്കുക. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഈ സൊമാറ്റോട്രോപ്പിൻ അളവ് കൂടിയതെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ശരീരത്തിൻ്റെ വളർച്ച മൊത്തത്തിൽ കൂടുന്നില്ല, ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം കൂടും അല്ലേ. താടിയുടെ എല്ല്, കയ്യിൻ്റെ വിരലുകൾ, കാൽപാദം, ഈ ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നു? വലുപ്പം വെക്കുന്നു. നമ്മൾ അക്രോമെഗാളി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ 3 ഡിസോർഡറും അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ പേരൊക്കെ മക്കളെ മൈൻഡിൽ ഉണ്ടാവണം മക്കളെ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കിടിലം ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മളെ കയ്യിലുണ്ട്. അതൊക്കെ നമ്മുടെ മക്കൾക്ക് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താണ്. എജ്യൂപോണിൻ്റെ സൂപ്പർ മക്കൾക്ക് നമുക്ക് ആപ്പിൽ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ എജ്യൂപോണിൻ്റെ കൂടെ ക്രിസ്മസ് എക്സാമും നമ്മുടെ പബ്ലിക് എക്സാമൊക്കെ തൂക്കി സെറ്റാക്കി A+ വാങ്ങി വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ക്ഷണിക്കുകയാണ്. എജ്യൂപോണിൻ്റെ ഈ വർഷത്തെ അവസാനത്തെ ബാച്ചാണ് ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കാത്ത ചോക്ലേറ്റ് വാങ്ങുന്ന പൈസയേ ഉള്ളൂ കേട്ടോ. ചെറിയ പൈസ നിങ്ങൾക്ക് A+ വാങ്ങി വീട്ടിൽ പോകേണ്ടി പറ്റും. ഉഷാറായിട്ട് മക്കളെ ഒന്ന് ആക്രാന്തം കാണിക്കുക. നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിന്നാക്കി വെച്ചാൽ ഒരു ലിങ്ക് ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങളുടെ പേരും അഡ്രസ്സോ അല്ലെങ്കിൽ ഫോൺ നമ്പറൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ ഓഫീസിൽ നിങ്ങളെ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. റെഡിയല്ലേടാ? അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നോട്ടിന് വേണ്ടിയിട്ടോ ഡൗട്ട് ചോദിക്കാനൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ ഒന്നൊന്ന് പ്രശ്നമാക്കാൻ മോട്ടിവേഷൻ ഇല്ല മാഷെ, എന്നാലും കുഴപ്പമില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി വരാം, ഞാൻ കാണുന്ന മാർക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.